ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വേർഡായിരിക്കും അമേരിക്കൻ എക്സ്പ്രസ്. അമേരിക്കൻ എക്സ്പ്രസ് ഫാമിലിയിലേക്ക് കടക്കാൻ വേണ്ടി ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ കാർഡ് അതിന് ഏറ്റവും ബെസ്റ്റാണ്. അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ഏൺ ക്രെഡിറ്റ് കാർഡ്. നമുക്ക് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ എലിജിബിലിറ്റി, എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർഡ് എടുക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓരോ 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. നോർമൽ സ്പെൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ്, ഫ്യൂവൽ ട്രാൻസാക്ഷൻ, ഇൻഷുറൻസ് പേയ്മെൻറ്റ്സ് ഒന്നും ഇതിൽ അപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള പേയ്മെൻറ്റ്സിനൊക്കെ ഓരോ 50 രൂപയ്ക്കും ഒരു റിവാർഡ് പോയിൻ്റ് നമുക്ക് കിട്ടും. ഒരു റിവാർഡ് പോയിൻ്റ് വാല്യൂ വരുന്നത് 25 പൈസയാണ്. അതേപോലെ നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓരോ 50 രൂപയ്ക്കും 5x റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സൊമാറ്റോ, ഊബർ, ബുക്ക് മൈ ഷോ, നൈക്ക ഈ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓരോ 50 രൂപയ്ക്കും 10x റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ കാർഡ് ഇപ്പോൾ ഒരു ന്യൂ ഇയർ ഓഫർ എന്ന കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാർഡ് റെഫറൽ പ്രോഗ്രാം വഴി എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4000 പോയിൻറ്റ്സ് ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളെ കാർഡ് എടുത്തിട്ട് 90 ദിവസത്തിനുള്ളിൽ 10000 രൂപ വാല്യൂ വരുന്ന ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4000 റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 500 രൂപയുടെ ഒരു വൗച്ചറും കിട്ടും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ സിബിൽ സ്കോർ നല്ല രീതിയിലുണ്ടെങ്കിൽ, ഒരു 750+ ഉണ്ടെങ്കിൽ, ഇതുവരെ ഒരു ഡ്യൂ വരുത്തിയിട്ടില്ല, സിബിൽ ഏകദേശം പക്കയാണെന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കിട്ടാനുള്ള ചാൻസ് വിത്തൗട്ട് ഇൻകം പ്രൂഫ് വളരെ കൂടുതലാണ്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സാലറിഡ് ആയുള്ള ആളാണെങ്കിൽ ആൾക്ക് 4.5 ലാക്കാണ് ഇയർലി വേണ്ടത്, സാലറി ആയിട്ട് വേണ്ടത്. അതേപോലെ തന്നെ ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 6 ലാക്കാണ് സാലറി വേണ്ടത്. ബട്ട് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ല രീതിയിലൊരു സിബിലും അതേപോലെ നല്ല ക്രെഡിറ്റ് കാർഡ് യൂസേജും ഉള്ള ആളാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ബട്ട് നിങ്ങൾ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യണം. റിന്യൂവൽ ഫീ നോക്കാം. 495 രൂപ പ്ലസ് GST ആണ് ഇതിൻ്റെ റിന്യൂവൽ ഫീ വരുന്നത്. ഒരു വർഷം 40,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീ വേവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക കാർഡുകൾക്കും 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് നമ്മൾ ഇയർലി സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് ഫീ വേവർ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്സ് നോക്കാം. 1,20,000, 1,80,000, 2,40,000 ഇത്രയും സ്പെൻഡ് നമ്മൾ ഒരു വർഷം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ വൗച്ചർ ഈ ഓരോ മൈൽ സ്റ്റോൺസിൽ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ 1,20,000 ആയി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ വൗച്ചർ കിട്ടും. അത് 1,80,000 രൂപ ആയി കഴിഞ്ഞാൽ നമുക്ക് 500 രൂപയുടെ വൗച്ചർ കിട്ടും. അതുപോലെ തന്നെ 2,40,000 രൂപ ആയാലും നമുക്ക് 500 രൂപയുടെ ആമസോൺ വൗച്ചർ കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 14% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നമ്മൾ ഒരു EMI ട്രാൻസാക്ഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അത് ബാക്കിയുള്ള കാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെഫറൽ പ്രോഗ്രാം വഴി തന്നെ എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ഫിനാൻഷ്യൽ റിലേറ്റഡ് വീഡിയോസ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.